ഹായ് ഫ്രണ്ട്സ്, ഷൈനികർ സ്റ്റാറ്റസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സും തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സുമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ്. ക്യൂൻ ഓഫ് സോട്സ്, വേൾഡ്, ചാരിയറ്റ്, നൈറ്റ് ഓഫ് സോട്സ്. ഒരു കാർഡ് കൂടെ നോക്കാം. ദ ഹെർമിറ്റ്. ഉള്ള ഫീലിങ്സിന് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന 5 ഓഫ് കപ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് സോട്സ് ആണ്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളിപ്പോൾ വളരെ ഒരു ബുദ്ധിമതിയായ സ്ത്രീയാണ്. അതായത് നേരത്തെ നിങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഇമോഷൻസിന് അടിമപ്പെടുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ആ വ്യക്തി വന്ന് നിങ്ങൾക്ക് എന്ത് ചീറ്റിംഗ് എനർജി തന്നാലും എന്തൊക്കെ നിങ്ങളോട് അഭിനയിച്ച് കാണിച്ചാലും നിങ്ങൾ വിശ്വസിച്ച് വീണ്ടും വീണ്ടും മയങ്ങി ആ വ്യക്തിയുടെ പുറകെ പോയി അത്രയും ഒരു സാധു സ്ത്രീയായിട്ട്, അതായത് അത്രയും ഒരു പ്യുവർ ലവ് ആയിരുന്നു നിങ്ങൾക്ക്. അത്രയും നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു. കാരണം അത്രയും നിങ്ങൾ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയോടൊപ്പം കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ എപ്പോഴും ഇനി മാറും എന്ന് പറഞ്ഞ ഒരു ന്യൂ സ്റ്റാർട്ട്, നിങ്ങൾ എപ്പോഴും ഒരു ന്യൂ സ്റ്റാർട്ട് പ്രതീക്ഷിച്ച് നിന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തി വന്ന് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുകയും വീണ്ടും സ്നേഹിക്കുകയും വീണ്ടും ആ വ്യക്തിയുടെ പുറകെ പോവുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം വന്നു കഴിഞ്ഞു എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇനി പഴയതുപോലെ ഒരു അഭിനയവും നടക്കില്ല. നിങ്ങളെ ഇനി പറ്റിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ ചൂസ് ചെയ്യാനുള്ള പക്വത നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. നിങ്ങൾ അത്രയും ഒരു സ്ട്രോങ് ലേഡിയായിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നിങ്ങളടുത്ത് ആ വ്യക്തിയുടെ അടവൊന്നും നടക്കില്ല എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ബോൾഡായിട്ട് എല്ലാം തുറന്ന് സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ട ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാനും നിങ്ങൾ അത്രയും ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. നേരത്തെ നിങ്ങൾക്ക് പല കാര്യങ്ങളും പറയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് പറയുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയാനും നോ പറയേണ്ടടുത്ത് നോ പറയാനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനും ഞാനും പഠിച്ചു കഴിഞ്ഞു എന്നാണ് വ്യക്തി ചിന്തിക്കുന്നത്. മേ ബി നിങ്ങൾ ഇപ്പോഴും അത്രയും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അത്രയും സങ്കടവും വേദനയും അനുഭവിക്കുന്നുണ്ടാവാം. പക്ഷെ ആ വ്യക്തി ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ദ വേൾഡ് കാർഡാണ്. നിങ്ങൾക്ക് ഒരു നല്ലൊരു മാറ്റം വന്നു കഴിഞ്ഞു. അതായത് നേരത്തെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയും കരയുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം വന്നു. തികച്ചും നിങ്ങൾക്കുള്ളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നു കഴിഞ്ഞു എന്നാണ് അവർ ചിന്തിക്കുന്നത്. ആ മാറ്റം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അതായത് ആ വ്യക്തി ഇപ്പോഴും ആ നെഗറ്റീവ്സിലും ആ ഒരു പാസ്റ്റിലും തന്നെ നിൽക്കുന്നു. ആ വ്യക്തിയുടെ അതേ ക്യാരക്ടറും ആ ഒരു ഈഗോയും ആ ഒരു അഹങ്കാരത്തിലും ഒക്കെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ തികച്ചും നല്ലൊരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു എന്നാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളുടേതായ സന്തോഷവും സമാധാനവും നിങ്ങൾ നേടാൻ പഠിച്ചു കഴിഞ്ഞു എന്നാണ് ചിന്തിക്കുന്നത്. മാത്രമല്ല, ആ ഒരു സർക്കിൾ, ആ വേൾഡ് എന്ന് പറയുമ്പോഴേ ഒരു പോസിറ്റീവ് ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫ്. ആ സർക്കിൾ നിങ്ങൾക്ക് അനുകൂലമായി മാറിക്കഴിഞ്ഞു. അതായത് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി നടക്കുന്നതായി ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ആ വ്യക്തി ഈ നിങ്ങളുടെ ബന്ധത്തിലായാലും ഒരു മാറ്റം വരണമെന്ന് അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ കുറേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷനോ അകൽച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് പോസിറ്റീവ് ചേഞ്ച് വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് ദ ചാരിയറ്റ് ആണ്. അതായത് ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നതാണ്. കാരണം ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ് നിങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനൊരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് വേണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ്ഡായി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്, ഒരു കറുപ്പും വെള്ളയും ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെ ചൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ ബന്ധത്തിലും ഒരു മൂവ്മെൻറ്റ് വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോട്സ് ആണ്. നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും
ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സോ അല്ലെങ്കിൽ നല്ല അച്ചീവ്മെൻറ്റ്സ് കിട്ടിയവരും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാലിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ്ഡായി മുന്നോട്ട് ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ ഒരാൾ ഫാസ്റ്റായിട്ട് മൂവ്മെൻ്റ് ആകുന്നു. ഇവിടെ ഒരു ഈഗിള് ഫാസ്റ്റായിട്ട് മുകളിൽ പറക്കുന്നു. സോ എപ്പോഴും നിങ്ങൾ ഒരു ഉയരങ്ങളിലും സക്സസ്സും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതും വളരെ വേഗത്തിൽ വരുന്നു എന്നാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ സക്സസ്സിലും ഫോക്കസ്ഡ് ആണ്. ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതായത് ഇമോഷൻസിനെല്ലാം അടിമപ്പെട്ട് ഇത്രയും ദിവസം നിന്നതുപോലെ അല്ല ഇപ്പോൾ നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ഓൺ ചെയ്യുന്നു എന്നാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ദ ഹെർമിറ്റ് ആണ്. നിങ്ങളിപ്പോൾ സ്പിരിച്വലി ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സ്പിരിച്വലി നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. ഇവിടെ ഒരു പ്രകാശം നിങ്ങളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നിടത്ത് തന്നെ നിങ്ങൾ തനിയാണ് ഇരിക്കുന്നത്, എന്നാൽ പോലും അവിടെ ഒരു പ്രകാശമുണ്ട്. സോ നിങ്ങളിങ്ങനെ ആ ഒരു പ്രകാശത്തിനും പോസിറ്റിവിറ്റിയിലും അതിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. മാത്രമല്ല നിങ്ങൾ തനിച്ചിരുന്നാലും ഒരു സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല, ആ വ്യക്തിയുടെ ആവശ്യവും ഇല്ല എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് തന്നെ ചിന്തിച്ച് അത്രയും ടെൻഷനായി ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ആ വ്യക്തിയെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളിപ്പോൾ വളരെ ഹാപ്പിയാണ്, നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയി കഴിഞ്ഞു, ഒറ്റയ്ക്ക് ജീവിക്കാനും പഠിച്ചു കഴിഞ്ഞു എന്നാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന 5 ഓഫ് കപ്സ് ആണ്. ആ വ്യക്തിക്ക് മുമ്പിലിപ്പോൾ ഒരു പ്രതീക്ഷയില്ല. ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു ശൂന്യതയാണ് ആ വ്യക്തിക്ക്. മുമ്പിലൊരു കുഴിയാണ് ഇവിടെ കാണുന്നത്. മുമ്പ് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒരു അവസ്ഥയാണ് ആ വ്യക്തിക്ക്. ആ വ്യക്തി ഇതുവരെ എന്താണോ ചിന്തിച്ചു കൂട്ടിയിരുന്നത്, ഇത്രയും ദിവസം നിങ്ങളുടെ മുമ്പിൽ പല ഡ്രാമാസും ബാക്ക് സ്റ്റാബും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് ഇനി ഒട്ടും ഒരു പ്രതീക്ഷയും ഇല്ല മുമ്പോട്ട്. ഇനി എന്താവുമെന്ന് തന്നെ ആ വ്യക്തിക്ക് അറിയില്ല. ആ വ്യക്തിയെക്കുറിച്ച് തന്നെ ആ വ്യക്തിക്ക് ഇപ്പോൾ ഒന്നും അറിയില്ല എന്നാണ് കാണുന്നത്. ഒരു പ്രതീക്ഷയില്ല എന്നാണ് കാണുന്നത്. ഇനി നമുക്ക് ഈ ഡക്കിൽ നിന്ന് ഈ വ്യക്തി തേർഡ് പാർട്ടിയെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. തേർഡ് പാർട്ടിയുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. തേർഡ് പാർട്ടിയുള്ള ഫീലിങ്സ്. 5 of Wands, the Chariot, 5 of Pentacles, okay, Wheel of Fortune. ഒരു കാർഡ് കൂടെ എടുക്കാം. Queen of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൺസ് ആണ്. ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന 5 ഓഫ് വാൺസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോഴേ അറിയാം പരസ്പരം തല്ലുകൂടുന്നതാണ് കാണുന്നത്. സോ അവിടെ ഒരു ഫൈറ്റിങ്ങും വാക്ക് തർക്കങ്ങളും ഒരു സ്വരച്ചേർച്ചയില്ലാതെ അവർക്കിടയിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, ഞങ്ങൾ ഒത്തൊരുമയായിട്ട് പോകുന്നു എന്നൊക്കെ ഭാവിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അവിടെ ഒന്നുമില്ല, ആ വ്യക്തി ഹാപ്പി അല്ല. അവിടെ പല കോൺഫ്ലിക്റ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗോസിപ്സും നടക്കുന്നുണ്ട്. എന്തായാലും അവിടെ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ആ വ്യക്തിയുടെ മനസ്സിലും കുറേ പ്രശ്നങ്ങൾ തേർഡ് പാർട്ടിയെക്കുറിച്ചും ഉണ്ട്. ആ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെക്കുറിച്ചും ഒരു വിശ്വാസവും ഇല്ല. അതായത് ആ വ്യക്തി എന്നെ ചതിക്കുമോ, ഇല്ലെങ്കിൽ ആ വ്യക്തി എന്നോട് സത്യസന്ധമായിട്ട് തന്നെ, ഇങ്ങനെ ആ വ്യക്തിക്കുള്ളിൽ തന്നെ കുറേ ഇങ്ങനെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിക്ക് തേർഡ് പാർട്ടിയും വിശ്വാസമില്ല. എന്തിന് സ്വയം ഞാൻ സേഫ് ആണോ എന്ന് പോലും ആ വ്യക്തിക്ക് അറിയില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ. ആ മൈൻഡ് സെറ്റിലും അങ്ങനെയാണ്, സിറ്റുവേഷൻസ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ദ ചാരിയറ്റ് ആണ്. ചാരിയറ്റ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോഴും വന്നിരുന്നു, ഈ കാര്യത്തിലുമുണ്ട്. ഇവിടെയും 2 ചോയ്സ് കാണുന്നുണ്ട്. ഈ 2 ചോയ്സിൽ ഒന്നിനെ ചൂസ് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. വ്യക്തി ഒരുപാട് പ്രതീക്ഷിച്ച് ഇവിടെ എനിക്ക് വളരെ ഹാപ്പി ആയിരിക്കും, ഞാൻ വളരെ സന്തോഷമാണ് അന്ന് പറഞ്ഞാണ് നിങ്ങളെപ്പോലും വിട്ടിട്ട് ആ ഒരു തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തത്. പക്ഷേ അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് കോൺഫ്ലിക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് എന്ത് ചൂസ് ചെയ്യണമെന്ന് അറിയില്ല, അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. വീണ്ടും 5 ആണ് വന്നിരിക്കുന്നത്. 5 എല്ലാം പറയുന്ന നഷ്ടത്തിൻ്റെ കാർഡാണ്. ആ വ്യക്തി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ അതെല്ലാം നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുന്നു. അതായത് മണി നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുന്നുണ്ട്. കാരണം കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുന്നു ഒരു സൈഡിൽ. ഇനി ഒരു സൈഡിൽ ആ വ്യക്തി തനിച്ചാക്കപ്പെട്ട പോലെയാണ്. ആ വ്യക്തി പ്രതീക്ഷിച്ചത് ഒന്നുമല്ല നടക്കുന്നത്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമായി മാറി, ഞാൻ അവിടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് പോയ വ്യക്തിക്ക്
അവിടെ ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ. അവിടെ തനിച്ചാക്കപ്പെട്ട, അതായത് പുറത്താക്കപ്പെട്ടതുപോലെയാണ്. ആ വ്യക്തി വിചാരിച്ച ഒരു കാര്യവും അല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വഴക്കും പ്രശ്നങ്ങളും സങ്കടവും, ആ വ്യക്തി ഒരു ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ കാര്യത്തിലും ഫിനാൻഷ്യലി ആൻഡ് മെൻ്റലി ഒരു നഷ്ടവും വേദനയും ആണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ കോൺഫ്ലിക്റ്റ്, നഷ്ടം, ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ആ വീൽ ഓഫ് ഫോർച്യൂൺ, ആ ഭാഗ്യം എൻ്റെ ഭാഗത്തേക്ക് അനുകൂലമായി വന്നെങ്കിലെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട്. ആ ചക്രം കറങ്ങി എൻ്റെ ഭാഗത്തേക്ക് വരുമെന്ന് ഒരുപാട് പ്രാർത്ഥിച്ച് പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. അതായത് നിങ്ങളെ അത്രയും ഒരു വാല്യൂം തരാതെ വിട്ടിട്ട് പോയ വ്യക്തി നിങ്ങളെ ചൂസ് ചെയ്യാതെ പുൽക്കൊടി പോലെ കണ്ടുപോയ വ്യക്തിയാണ്. ആ ഭാഗ്യം എൻ്റെ ഭാഗത്തേക്ക് വരണമെന്ന് ഒത്തിരി കൊതിച്ച് നിൽക്കുന്ന ഒരു മൈൻഡാണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോർട്സ് ആണ്. ഈ വ്യക്തി ഈ സിറ്റുവേഷൻസിലൂടെ എല്ലാം കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി. പക്ഷെ ആ വ്യക്തി ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. താൻ ചെയ്യുന്നതും അവർ ചെയ്യുന്നതും ശരിയല്ലെന്ന് ആ വ്യക്തിക്കറിയാം. അറിഞ്ഞാൽ പോലും ആ വ്യക്തി പല കാര്യങ്ങളും തുറന്ന് അവരോട് സംസാരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവരുടെ ആ ഫ്ലർട്ടിങ്, കുറച്ച് പേർക്കൊക്കെ ആ ഒരു ഫ്ലർട്ടിങ് ഒക്കെ ഉണ്ട്. അവരുടെ ആ പോളിഷ്ഡായ സംസാരത്തിലൊക്കെ ആ വ്യക്തി മയങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ തെറ്റുകൾ പോലും ഈ വ്യക്തി കണ്ണു തുറന്ന് കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല, അതെല്ലാം ആ വ്യക്തിയെ ന്യായീകരിച്ച് ആ വ്യക്തിയോടൊപ്പം നിന്ന് നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തിക്ക് ഇപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ വന്നിരിക്കുന്ന ബോട്ടം ഓഫ് ദി ഡെക്ക് കിങ് ഓഫ് വാൺസ് ആണ്. ഇവർക്ക് ഈഗോ ഉണ്ട്. ഇവർ വളരെ ഈഗോ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനും പറയാനും കഴിയുന്നില്ല. ഈ വ്യക്തി ഒന്നും മനസ്സിലുള്ളത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾറെഡി നിങ്ങളെ ഒന്നുമല്ല, അവരാണ് ശരിയെന്ന് പറഞ്ഞു പോയ വ്യക്തിയാണ് ഈ വ്യക്തി. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഇനി അവിടെ തെറ്റാണെന്ന് പറഞ്ഞാലും ആ വ്യക്തിയുടെ പ്രവൃത്തികളെല്ലാം തെറ്റായിരുന്നു എന്ന് സ്ഥാപിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് ആ വ്യക്തി ഒന്നും തുറന്നു പറയാനോ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനോ തയ്യാറല്ല. ഈ വ്യക്തിക്ക് എപ്പോഴും ഞാനാണ് ശരി, ഞാൻ ചെയ്യുന്ന എല്ലാം കറക്റ്റാണ്, നിങ്ങളാണ് എല്ലാ കാര്യങ്ങളിലും തെറ്റ് എന്ന് സ്ഥാപിക്കാനും നിങ്ങളെ എന്നും ഒരു നാർസിസ്റ്റ് ക്യാരക്ടറായിരുന്നു ഈ വ്യക്തി. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരിക്കലും അത് സമ്മതിച്ചു തരില്ല. പക്ഷെ ആ വ്യക്തിക്ക് അറിയാം താൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് പക്ഷേ ഇപ്പോഴും ആ വ്യക്തി താൻ ഭയങ്കര കമ്മിറ്റഡ് ആണ്, ആ വ്യക്തി ഇതുവരെ ചെയ്തതെല്ലാം കറക്റ്റാണ്, നിങ്ങളാണ് ശരിയില്ല എന്ന് സ്ഥാപിക്കാനും ആ വ്യക്തി ഈ സമൂഹത്തിൻ്റെ മുമ്പിലായാലും താൻ നല്ലൊരു വ്യക്തിയാണെന്ന് സ്ഥാപിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.